തറ പന എന്നൊക്കെ എഴുതി പഠിച്ചവർക്ക് അറിയാം പന എന്താണെന്നും പനംപൊടി എന്താണെന്നും. അപ്പം നമുക്ക് കുറച്ച് പനംപൊടി കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ. ഇതാ ഒറിജിനൽ പനംപൊടി കേട്ടോ. ഇതിപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ പനംപൊടി എന്താണെന്ന് ചോദിച്ചാൽ ഓലിക്കൊരു എത്തും പിടിയും കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പനംപൊടി ഉണ്ടാക്കാൻ പോവുക. പനംപൊടി അരിച്ച് ഇതേ പനൻ്റെ കുറുക്കുണ്ടോ ഇത് കണ്ടാൽ പനംപൊടി കഴിച്ചവർക്ക് വായിൽ വെള്ളം കപ്പലോടിക്കാലെ വെള്ളം ഉണ്ടാവും കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ചൂടാണ്, പക്ഷെ ചൂടാറാനുള്ള ക്ഷമ പോലും എനിക്കില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് അങ്ങ് പോകട്ടോ. അത്രയും ടേസ്റ്റുള്ളൊരു പനംപൊടി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ ആരും അങ്ങനെ കഴിക്കാറുണ്ട്. നമ്മൾ അയൽവാസികൾക്കെല്ലാം കൊടുക്കട്ടെ, പനം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ പനംപൊടി കൊണ്ട് ചെന്നപ്പോൾ കുട്ടികളൊക്കെ അത്ഭുതത്തോടെ തിന്നുന്നുണ്ട്. ഇതെന്താന്ന് ചോദിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അവർ അതിലും മേലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മേലെ എന്ന് പറഞ്ഞ മാതിരി അരി വറുത്തതും ചായയും തേങ്ങയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുടിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും ചെയ്തേക്ക്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എന്തൊരു അത്ഭുതം പോലത്തെ ഫുഡാട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കഴിച്ച് വളർന്നവരല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.